കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ടുണ്ട്. കുറച്ച് മധുരത്തിന് പഞ്ചസാര. ഞാനൊരു ചെറിയ പീസുകളായിട്ടാണ്. കെറ്റിലിൽ വെള്ളം ചൂടായി കേട്ടോ, ചെറിയ ചൂട് മതി. അപ്പം അതവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മുന്നേ. അപ്പോൾ ഇത് കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പഴമായിട്ട് ഇതിനകത്തിട്ട് മുക്കി ആക്കി തരാം. വേഗം പോയി കുളിച്ചിട്ടോ, ഒടിപ്പിട്ടോ. പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പം ചായത്തേക്കും ഒക്കെ കൂട്ടൊക്കെ രസില്ലേ. മുന്തിരി വളർത്തുന്നതുകൊണ്ട് ഇങ്ങനെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പഴംപൊരി ഉണ്ടാക്കാവേ. ഇവിടെ കുറച്ച് പഴമായിരുന്നു, അപ്പോൾ ഞാനത് പഴംപൊരി ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇത് എടുത്തിട്ടുണ്ട്. മൈദ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അരിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അരിപ്പൊടി ചേർക്കാണ്ടാണ്, മൈദ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. കുറച്ച് മാത്രമേ ചേർക്കുന്നോളെ, കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര കൂടെ, കുറച്ച് മധുരത്തിന് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് ചൂട് വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കെറ്റിലിൽ വെള്ളം വെച്ചിട്ടില്ല. കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കെറ്റിലിൽ വെള്ളം ചൂടാക്കാൻ വെച്ചു. അപ്പോൾ അത് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ചൂടായി വരുന്നതേ ഉള്ളേ. അപ്പോൾ അതാവട്ടെ. അതായതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണേ. കെറ്റിലിൽ വെള്ളം ചൂടായി കേട്ടോ, ചെറിയ ചൂട് മതി. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ഈ പഴം ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. കുറച്ച് സമയം മതി. സോഡാപ്പൊടി ചേർത്തത് കൊണ്ടാണ്. ഇതൊരു ചെറിയ ചൂടുവെള്ളമാണ്, ചൂടുവെള്ളമാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പാകത്തിന് വെള്ളം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് കട്ട ആവരുത് കേട്ടോ, കട്ട കൂടാണ്ട് മിക്സ് ചെയ്തെടുക്കുക. പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുറച്ച് പഴത്തിൻ്റെ തോടൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കളഞ്ഞിട്ട് കൈയും കൂടെ കഴുകിയിട്ട് വന്നിട്ട് ബാക്കി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മുന്നേ. അപ്പോൾ ഇത് കുറച്ച് സമയമായി ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്ക് ഓരോ പഴമായിട്ട് ഇതിനകത്തിട്ട് മുക്കി ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവേ. ഞാനൊരു ചെറിയ പീസുകളായിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശിഖത സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. വിശക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഒന്ന് കുളിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും ചായയൊക്കെ ആക്കിത്തരാം. വേഗം പോയി കുളിച്ചിട്ടോ. പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പം ചായയും കൂടെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. മുന്തിരി പടർത്തുന്നതുകൊണ്ട് ഇങ്ങനെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തിരുന്ന് നമുക്ക് ചായ കുടിക്കാം. അതുപോലെ ഇങ്ങനെ ആസ്വദിച്ച് പച്ചപ്പൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഇരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പഴംപൊരിയും ചായയൊക്കെ ആയിട്ട് ഞങ്ങളിതാ ഇവിടെ വന്നിരുന്ന് ഇതൊക്കെ കുടിച്ച് ആസ്വദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.